ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളൊരു ദിവസം തുടങ്ങുന്നത് പ്രഭാത ഭക്ഷണത്തിൽ നിന്നാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ രാവിലെ കഴിക്കാൻ പാടില്ലാത്ത ഫുഡിനെ കുറിച്ചാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഫസ്റ്റ് വൺ, അത് ബ്രെഡാണ്. ബ്രെഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിക്കുന്നവരാണല്ലേ ഒട്ടുമിക്ക ആളുകളും. ബ്രെഡിൽ കലോറി കൂടുതലാണെങ്കിലും പോഷകങ്ങൾ കുറവാണ്. ബ്രെഡിൽ ഗൈക്കമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. സോ ഇത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കും. ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടുന്നത് ക്രമേണ ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് നയിക്കും. വെറും വയറ്റിൽ ബ്രെഡ് കഴിക്കുന്നത് പല രോഗങ്ങൾക്ക് കാരണമാവും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സോഡിയം അമിത അളവിൽ അടങ്ങിയ ഭക്ഷണം വെറും വയറ്റിൽ കഴിക്കുന്നത് ദഹനം തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ഒരു കാരണവശാലും രാവിലെ വെറും വയറ്റിൽ ബ്രെഡ് കഴിക്കരുത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അത് യോഗോട്ടാണ്. തൈര് ആരോഗ്യത്തിന് നല്ലതാണെന്ന് കരുതി വെറും വയറ്റിൽ തൈര് കഴിക്കരുത്. ഇനിയിപ്പോൾ പ്രോബയോട്ടിക് ഫുഡാണെങ്കിലും അതൊന്നും രാവിലെ കഴിക്കാൻ പാടില്ല. ഇത് വെറും വയറ്റിൽ കഴിക്കുമ്പോൾ തൈരിലെ ലാക്റ്റിൻ ആസിഡ് മൂലം അസിഡിറ്റിയും വേറെ പ്രശ്നങ്ങളൊക്കെ വരും. ലാക്റ്റിൻ ആസിഡ് നമ്മൾ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയയെ നശിപ്പിക്കാൻ കാരണമാകും. മാത്രമല്ല ഉയർന്ന അളവിൽ അസിഡിറ്റി ഉള്ള കാരണം കൊണ്ട് ഹൈഡ്രോക്ലോറൈഡ് ഉൽപ്പാദിക്കുകയും ഇത് അസിഡിറ്റിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എന്നാൽ അലർജി പോലുള്ള രോഗങ്ങളുള്ളവർക്ക് രാവിലെ തൈര് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. നമ്പർ 3, അത് ജ്യൂസാണ്. ഒഴിഞ്ഞ വയറ്റിൽ ജ്യൂസ് കുടിക്കുന്നത് നമ്മളെ പാൻക്രിയാസിന് ഒരു അധിക ഭാരം നൽകും. പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഫ്രക്ടോസ് എന്ന പഞ്ചസാര നിങ്ങളെ കരളിനെ പ്രതികൂലമായി ബാധിക്കും. പഴങ്ങൾ ജ്യൂസാക്കുമ്പോൾ ജ്യൂസ് എക്സ്ട്രാക്റ്റുകൾ, ഫൈബർ അടങ്ങിയ പൾപ്പ്, തൊലികൾ എന്നിവ ജ്യൂസിൽ നിന്ന് വേർതിരിക്കുന്നതിനാൽ ആരോഗ്യമായ നാരുകൾ അതിൽ നിന്ന് നഷ്ടപ്പെടും. പഴച്ചാറുകളുടെ നാരുകൾ നഷ്ടപ്പെടുന്നത് യഥാർത്ഥ പഴം കഴിക്കുന്നതിൻ്റെ താരതമ്യേന രക്തത്തിൽ പഞ്ചസാരയുടെ അളവിന് കാരണമായേക്കാം. ഇത് പ്രമേഹം, കൊളസ്ട്രോൾ എന്നതിന് കാരണമാകും. പിന്നെ ഒരു ടിപ്പും കൂടെ, ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരയുടെ അളവ് പൂർണ്ണമായി ഒഴിവാക്കുക, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുന്നതിനൊരു കാര്യമില്ല. ഇനി അടുത്തതായിട്ട് പറയുന്നത് കാപ്പിയാണ്. ഒട്ടുമിക്ക ആളുകൾക്കും രാവിലെ എണീറ്റ ഉടനെ കാപ്പി കുടിക്കുന്നത് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? ചില ആളുകൾക്ക് കാപ്പി കുടിച്ചാലേ രാവിലെ തന്നെ ഉഷാർ വരെ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അല്ലേ? പക്ഷേ വെറും വയറ്റിൽ കാപ്പി കുടിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. രാവിലെ ആദ്യം കാപ്പി കുടിക്കുന്നത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. ദഹന പ്രശ്നങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയിലേക്ക് നയിക്കും. വെറും വയറ്റിൽ കാപ്പി കുടിക്കുന്നത് കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കും. ഇത് അണ്ടോർപാലനം, ഭാരം, ഹോർമോൺ ബാലൻസ് എന്നിവയെ പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം തകരാറിലാക്കാൻ ഇത് കാരണമാകും. സോ കഴിയുന്നതും ഉണർന്ന ഉടനെ നമ്മുടെ പച്ചവെള്ളം തന്നെ കുടിക്കുക. തുടർന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ചായയിലേക്കും കോഫിയിലേക്കും ഒക്കെ പോവുക. ഇനി നെക്സ്റ്റ് പറയുന്നത് സാലഡുകളാണ്. നമ്മൾ മിക്ക ആളുകളും ഫുഡിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് സാലഡ് കരുതുന്നവരാണ് അല്ലേ? മാത്രമല്ല ഇത് ഭയങ്കര രുചികരമാണ്, പിന്നെ ആരോഗ്യം നൽകുന്നതുമാണ്. ഇന്നത്തെ കാലത്ത് ഫിറ്റ്നസ് പ്രേമികൾ അധികം സാലഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ഇത് രാവിലെ ഭക്ഷണമായി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സാലഡ് ലോ കലോറീസ് ആണ്. അതുപോലെ തന്നെ പെട്ടെന്ന് വിശപ്പ് തോന്നാനും കാരണമാണ്. പിന്നെ പറയുകയാണെങ്കിൽ സാലഡിൽ ഫൈബറിൻ്റെ കണ്ടന്റ് കൂടുതലായതിനാൽ രാവിലെ കഴിക്കുമ്പോൾ വയറുവേദന വരാനുള്ള ചാൻസ് കൂടുതലാണ്. രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. നെക്സ്റ്റ് പറയുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സിനെ കുറിച്ചിട്ടാണ്. വെറും വയറ്റിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് അസിഡിറ്റിക്ക് കാരണമാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സിലെ പ്രധാന ചേരുവ അതിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ്. ഷുഗർ ഡ്രിങ്ക്സ് എന്നും ഇത് അറിയപ്പെടുന്നു. 100 മില്ലി ഡ്രിങ്ക്സിൽ 2 മുതൽ 14 ഗ്രാം വരെ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. മധുരങ്ങളിലെ പ്രധാന വില്ലൻ പല സോഫ്റ്റ് ഡ്രിങ്ക്സിലും ചേർക്കുന്ന ഫ്രാക്ടോൺസ് കോൺ സിറപ്പാണ്. സാധാരണ മധുരത്തേക്കാൾ പല മടങ്ങ് മധുരം ഇതിന് തോന്നുന്നു. മാത്രമല്ല ഇതിന് വിലക്കുറവ് കാരണം ഒട്ടുമിക്ക സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഇത് തന്നെയാണ് ആഡാക്കുന്നത്. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകളിൽ പൊണ്ണത്തടിയും അതുപോലെ തന്നെ അമിതഭാരവും കാണപ്പെടുന്നു.
നെക്സ്റ്റ് പറയുന്നത് പഴമാണ്. രാവിലെ തന്നെ ജോലിക്ക് പോകുന്നവർ എളുപ്പത്തിൽ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണല്ലോ ഈ നേന്ത്രപ്പഴം. പക്ഷേ ഇത് ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യും. പഴം നമ്മളെ ദഹനം ശരിയാക്കാൻ വളരെ നല്ലൊരു ഭക്ഷണമാണ്. പക്ഷേ ഇത് രാവിലെ കഴിക്കുന്നത് പണി കിട്ടും. പഴം വെറും വയറ്റിൽ കഴിക്കുമ്പോൾ അവിടെ ദഹിക്കാൻ ഒന്നുമില്ലല്ലോ. അപ്പം പഴത്തിലടങ്ങിയ ഉയർന്ന ഫൈബർ വയറുവേദനയ്ക്ക് കാരണമാകും. പിന്നെ പഴത്തിൽ പൊതുവെ പ്രോട്ടീൻ കണ്ടന്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റ് കൂടുതലാണ്. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് പകരം പഴം കഴിച്ചു എന്ന് കരുതി ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഇത് സ്ഥിരം കഴിക്കുമ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങളും വരും. ഇനി നെക്സ്റ്റ് നമ്മുടെ സ്വന്തം പൊറാട്ട. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണല്ലേ പൊറാട്ട. മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് പൊറാട്ട. രാവിലെ 2 പൊറാട്ട കഴിച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് വേണമെന്നില്ല, വിശപ്പ് പോലും തോന്നൂല. അതുകൊണ്ടാണ് നമുക്ക് ഇതിനോട് ഇത്ര ഇഷ്ടം തോന്നിയത്. പൊറോട്ടയിൽ ഏകദേശം 139 kg കലോറീസും, ഇഡ്ഡലിയിൽ 60 kg കലോറീസും, ദോശയിൽ 120 കലോറീസും പിന്നെ എനർജിയും ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ പൊറോട്ടയുടെ കലോറീസും അത്ര വലുതൊന്നുമല്ല എന്ന് കാണാം. പൊറോട്ട മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. ഫൈബർ ഇല്ലാത്ത തികച്ചു പോളിഷ്ഡ് ആയിട്ടുള്ള ഭക്ഷണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് രക്തത്തിന്റെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിക്കുന്നതിന്റെ കാരണം ഗ്ലൈക്കമിക് ഇൻഡെക്സ് പൊറാട്ടയിൽ വളരെ കൂടുതലാണ്. പൊറാട്ടയിൽ നാരുകൾ ഇല്ലാത്തതിനാൽ പെട്ടെന്ന് ദഹിച്ച് ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടും. ഈ കാരണം കൊണ്ടാണ് പൊറാട്ട രാവിലെ കഴിക്കരുത് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനും പാടില്ല. നമ്മൾ എണീറ്റ് 2 മണിക്കൂറിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസ്, അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണേ. അവരും അറിഞ്ഞിരിക്കട്ടെ ഇതെല്ലാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണാം.